ഒരു വശത്ത് സർക്കാർ രൂപീകരണം, മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ കോൺഗ്രസിലും ഘടകകക്ഷികളിലും അങ്ങനെ സജീവമായി തുടരുമ്പോൾ മറുവശത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഉയരുന്നതാണ് കണ്ടത്. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. മുൻമന്ത്രി P രാജീവിനെ നിശിതമായ ഭാഷയിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിക്കുന്നതാണ് ഇന്നുണ്ടായത്. ജില്ലയിലെ സമ്പൂർണ്ണ തോൽവിക്ക് കാരണം P രാജീവാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. പാർട്ടിയിൽ പിണറായിയുടെ ഏകാധിപത്യമെങ്കിൽ എറണാകുളത്ത് P രാജീവിന്റെ ഏകാധിപത്യമായിരുന്നു എന്നാണ് വിമർശനമുണ്ടായത്. കൊല്ലത്തും പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ പാലക്കാട് അടക്കമുള്ള എല്ലായിടത്തും ഇത്തരത്തിൽ വലിയ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉണ്ടായത്, പ്രത്യേകിച്ചും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ. KK പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, കണ്ണൂർ, പത്തനംതിട്ട, കൊല്ലം, ഇതിന് പിന്നാലെ എറണാകുളം ജില്ലയിലേക്കും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനം, അതായത് നേതാക്കളുടെ ശൈലി തന്നെയായിരുന്നു എല്ലായിടത്തും പ്രമുഖമായും ഈ വിമർശനത്തിന് വഴിവെച്ചത്. മുഖ്യമന്ത്രിയുടെ ചില പദപ്രയോഗങ്ങൾ, ഒപ്പം MV ഗോവിന്ദൻ്റെതടക്കമുള്ള ചില രീതികൾ, ഇതൊക്കെ തന്നെയാണ് വിമർശനത്തിനിടയാക്കിയത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ P രാജീവിൻ്റെ തോൽവി, ഒപ്പം പാർട്ടി സമ്പൂർണ്ണമായി ജില്ലയിൽ തോറ്റതിൻ്റെ ഒരു കാരണം കൂടി P രാജീവാണെന്ന് പറയുന്നു. ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന മറ്റ് വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അഖില, CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലാ നേതൃത്വ യോഗങ്ങളും ഇപ്പോൾ നേതൃയോഗങ്ങളിൽ അതിനെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് താഴെത്തട്ട് മുതൽ എന്താണ് CPM-ന് സംഭവിച്ചത്, LDF-ന് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കും എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യോഗങ്ങളിലാകെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, അതായത് പിണറായി സർക്കാരിൻ്റെ നിലപാടിനെതിരെയും പിണറായി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലകളിലെ മന്ത്രിമാർക്കെതിരായ വിമർശനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ഉൾപ്പെടെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതാത് ജില്ലകളിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർ അവരെടുത്ത നിലപാടുകൾ അതൊക്കെ തന്നെ ആ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിർണായകമായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് എറണാകുളത്തെയും സാഹചര്യം. P രാജീവിന്റെ നേതൃത്വത്തിൽ, അതായത് P രാജീവ് തന്നെയായിരുന്നു ഈ ജില്ലയിലെ LDF-ന്റെ CPM-ന്റെ ഒക്കെ ഒരു മുഖമായി നിന്നത്. മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വികസന നയങ്ങൾ മുന്നോട്ട് വെച്ച ഒരു മന്ത്രി കൂടിയായിരുന്നു രാജീവ് എന്നുള്ളതാണ് LDF അവകാശപ്പെട്ടത്. പക്ഷേ ആ മന്ത്രി സ്വന്തം മണ്ഡലം നോക്കിയില്ല എന്നുള്ളതാണ് കളമശ്ശേരിയിൽ നിന്നുണ്ടായ വിമർശനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 5 മണ്ഡലങ്ങൾ ജയിച്ച ഒരു സ്ഥലമാണ് എറണാകുളം. പക്ഷേ അവിടെ ഇത്തവണ ഒരൊറ്റ സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ പ്രധാനമായ പങ്ക്, അല്ലെങ്കിൽ ആ തോൽവിക്ക് ആക്കം കൂട്ടിയതോ അല്ലെങ്കിൽ തോൽവിക്ക് കാരണക്കാരൻ രാജീവാണെന്ന വിമർശനമാണ് പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല, പാർട്ടിക്കകത്ത് പിണറായി വിജയൻ ഏകാധിപത്യ സ്വഭാവം കാണിച്ചില്ല. എറണാകുളം ജില്ലയിൽ ആ ഏകാധിപത്യ സ്വഭാവം കാണിച്ച പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് രാജീവ് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിൽ, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അത് തിരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കടുത്ത വിമർശനമായി ഓരോ ജില്ലാ കമ്മിറ്റിയും മുന്നോട്ട് വെക്കുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റി സമാനമായ രീതിയിൽ തന്നെ പറയുന്നു. സംസ്ഥാനത്ത് ആകെ ഉയർന്നു വന്നൊരു വികാരം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ചില പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ പരാമർശങ്ങൾ തെറ്റാണെന്ന് പറയാൻ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറായില്ല എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. അത് എറണാകുളം ജില്ലയിലും ഉയരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി താഴെത്തട്ടിലേക്കാണ് യോഗങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇതിനേക്കാൾ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരും. പ്രത്യേകിച്ച് ഇവിടെ, അതായത് എറണാകുളത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഏകപക്ഷീയമായ നിലപാടുകൾ ഉണ്ടായി, അടിച്ചേൽപ്പിക്കുകയായിരുന്നു പല സ്ഥാനാർത്ഥികളെ എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇതിനൊക്കെ തന്നെ ഇനി നേതൃത്വങ്ങൾ മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള നേതാക്കളുടെ പ്രവർത്തകരുടെ ഒക്കെ തന്നെ വികാരങ്ങൾ മാനിക്കുന്നു. അവർക്ക് തുറന്നു പറയാനുള്ള സമയമാണ്. ജനാധിപത്യ പരമായി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള തിരുത്തൽ നടപടികൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഏതായാലും കടുത്ത വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉണ്ടാകുന്നു. ഇനി താഴെത്തട്ടുള്ള യോഗങ്ങളിലേക്കും അത് കൂടുതലായി ഉയർന്നു വരും. കാരണം ബ്രാഞ്ച് തലങ്ങളിലുള്ള യോഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിനേക്കാൾ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്.